സുന്നി വിഭാഗം തീവ്രവാദികളാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ ഷിയ വന്നു. ഹിസ്ബുള്ള, ഹമാസ് അല്ല ഹൂത്തി, പിന്നെ മറ്റുള്ള ഷിയ മിലിറ്റന്റ്. അതിൻ്റെ ഗോഡ് ഫാദറായിട്ട് ഇറാൻ കയറി വരുന്നു. ഷിയ മിലിറ്റന്റിനെ ആരാ നേരിട്ടത്? അമേരിക്കയല്ല, ഇസ്രായേലിനെ കൊണ്ടെടുപ്പിച്ചു. ആലോചിച്ച് നോക്കുക. ഒരിടത്ത് സുന്നി വിഭാഗം അമേരിക്ക അവിടെ ഡോമിനേറ്റ് ചെയ്തു. അവന്മാർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ തുടങ്ങി. കാരണം ഇമാരയിൽ പണം മാത്രമേ ഉള്ളൂ, ബോധമില്ല. അപ്പുറത്തെ ഷിയ, ഇറാൻ വലിയ സംഭവമാകുന്നു. ഏകദേശം 100 ബില്യൺ പണം കൊടുക്കുന്നു. ഇവരെല്ലാം മിലിറ്റന്റ് ഷിയ മിലിറ്റന്റ് ആയിട്ട് വരുന്നു. ലെബനൻ കയറി പിടിക്കുന്നു. സിറിയയുടെ അൽബഷാർ അത് കയറി പിടിക്കുന്നു. നോക്കുക, അതിനെ നേരിടാൻ വേണ്ടി ഹമാസ് എന്ന് പറഞ്ഞ മണ്ടത്തരം കാണിച്ചു. അതിനെ ഏർപ്പാടായി കൊടുത്തു ഇസ്രായേൽ. അവരെ ഡീൽ ചെയ്തു. എന്നിട്ട് അവരുടെ ഗോഡ് ഫാദറായ ഇറാൻ്റെ മോളിൽ കയറി അടിച്ചു. അത് ഷിയയും സറണ്ടറായി. അതാണ് ഞാൻ പറഞ്ഞ അമേരിക്ക സക്സസ് ആയി. എത്ര അമേരിക്കക്കാരും കൊല്ലപ്പെട്ടു ഈ വാറിൽ? 12 ദിവസം വാറിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല. എത്രമാത്രം അമേരിക്കൻ അസറ്റിന് ഒരു അസറ്റും പോയില്ല. അവസാനം ഡ്രാമയായിരുന്നൊരു സംഭവം. അതായത് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് പെഷഷ്ഖാൻ സംസാരിച്ചിട്ട്, ഞങ്ങൾ ഇത്ര സമയത്ത് ഇത്ര മിസൈൽ ഇറാഖിലോട്ടും ഈ ബേസിലോട്ടും വിടും, ഇന്ന രീതിയിലുള്ള മിസൈലായിരിക്കും വിടുന്നത്, നിങ്ങളത് തടഞ്ഞോളൂ, ഞങ്ങളുടെ ആൾക്കാരുടെ കണ്ണു മൂടി കെട്ടുക. ഇതാണ് അവസാനം ഡ്രാമയുണ്ട്. അതിൻ്റെ ആരാ നേട്ടം കൊയ്തത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരുക. കാരണം നിങ്ങൾ ചിന്തിക്കുക. ഞാനിത് വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പിടി കിട്ടിയത്, അവസാനം ഷിയ മിലിറ്റൻറ്റും ഷിയയുടെ രാജ്യവും ആരുടെ അണ്ടറിലായി?